നടത്തിയപ്പോൾ രാജാവ് ഒരു ഉന്മാദിയെ പോലെ വീണ വായിച്ച് രസിച്ചു എന്നവരറിഞ്ഞാൽ മുഴുവൻ ജനങ്ങളും അങ്ങേക്കെതിരാകും. റോം കത്തിച്ചത് രാജാവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ ഈ കൊട്ടാരവും കത്തിച്ചു കളയും. റോം പുനഃസൃഷ്ടിക്കാൻ ചരിത്രം കത്തിച്ചു കളയോ? ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ രാജാവ് ഉടനെ വേണ്ടത് ചെയ്യണം. ഇല്ലെങ്കിൽ മുഴുവൻ റോമാക്കാരെയും കത്തിച്ചു കളയണം. എന്താണ് മഹാമന്ത്രി പറയുന്നത്? രാജാവ് നാട് വിട്ടു പോകണമെന്ന്. പിന്നെ എങ്ങനെ? എന്ത് പരിഹാരം? റോം കത്തിച്ചത് നീറോ അല്ല. റോമിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ശത്രുക്കളാണ് ക്രിസ്ത്യാനികൾ. അവരാണ് റോം കത്തിച്ചെന്ന് നാം പ്രചരിപ്പിക്കുന്നത്. ഈ ദുരന്തത്തെ ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കാനുള്ള അവസരമായി നാം വിനിയോഗിക്കുന്നു. പ്രചരിക്കട്ടെ കഥ. റോമിന്റെ ശത്രുക്കളെന്ന് മുദ്ര കുത്തപ്പെടട്ടെ ക്രിസ്ത്യാനികൾ. നീറോ കൽപ്പിക്കുന്നു, നമ്മുടെ റോമ സാമ്രാജ്യം ക്രിസ്ത്യാനികൾ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. ആയതിനാൽ അവറ്റുകളെ രാജ്യദ്രോഹികളെ പ്രഖ്യാപിക്കുന്നു. പത്രോസിനെയും പൗലോസിനെയും ഉൾപ്പെടെ കണ്ണിൽ കാണുന്ന ക്രിസ്ത്യാനികളെ മുഴുവൻ വധിക്കാൻ നീറോ കൽപ്പിക്കുന്നു. കുരിശുകൾ ഉയരട്ടെ, കുരിശുകളിൽ രക്തപുഷ്പങ്ങൾ വിടരട്ടെ. പത്രോസും കൂട്ടരും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടു. നീറോയുടെ ക്രൂരതയ്ക്ക് ഇരകളായി ഒരു തെരുവ് മുഴുവൻ കുരിശിൽ തൂക്കപ്പെട്ടത്. എന്നാൽ പത്രോസ് ആകട്ടെ തന്റെ കുരിശു മരണത്തിന് തിരഞ്ഞെടുത്ത വഴി വിഭിന്നമായിരുന്നു. ഗുരുവിന്റെ പോലുള്ള ഒരു മരണത്തിന് തനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ് തലകീഴായുള്ള കുരിശു മരണം പത്രോസ് തിരഞ്ഞെടുത്തു. അങ്ങനെ ക്രിസ്തു സ്വർഗരാജ്യത്തിന്റെ താക്കോലേൽപ്പിച്ച് സഭയുടെ അമരത്തിനെത്തിയ വലിയ മുക്കുവൻ ഭൂമിയിൽ തന്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് യാത്രയായി. നാളുകൾക്ക് ശേഷം രക്തസാക്ഷിത്വത്തിന്റെ സുഖമുള്ള നൊമ്പരം ഏറ്റുവാങ്ങാൻ പൗലോസ് കുരുതിക്കളത്തിലേക്ക്. താർസൂസുകാരനായ ബെന്യാമിന്റെ മകൻ പൗലോസ്, നിങ്ങൾ റോമിന്റെ ശത്രുവാണ്. ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണ്. റോം കത്തിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ നിങ്ങളെ റോമിന്റെ നിയമപ്രകാരം നീറോ സീസർ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവാനാണ്. കാരണം യേശു എനിക്ക് ജീവിതവും മരണം എനിക്ക് നേട്ടവുമാണ്. ലോകരക്ഷകനായ യേശുവിന് വേണ്ടി, നാഥനും രക്ഷകനുമായ യേശുവിന് വേണ്ടി ഞാനിതാ ശിരസ് നമിക്കുന്നു, ജീവൻ തരുന്നു.